ക്രിസ്തുവിന്റെ ഭരണത്തെ പത്രോസ് വിശേഷിപ്പിച്ചത് എല്ലാറ്റിൻ്റെയും പുനഃസ്ഥാപന കാലങ്ങൾ എന്നാണ്. പുനഃസ്ഥാപനം എന്ന വാക്ക് ലോകത്തെ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെ സൂചിപ്പിക്കുന്നു. ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ ദൈവവുമായി യോജിച്ച് നടന്ന സൃഷ്ടിയുടെ സമയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ തോട്ടത്തിലെ മനോഹരമായ പരിസ്ഥിതിയെ മനുഷ്യ ജീവിതത്തിന് അനുയോജ്യമാണെന്ന് വിവരിക്കുന്നു. ഏദനിലെ പൂർണ്ണതയുള്ള അവസ്ഥകൾ ഇന്ന് നമ്മുടെ ലോകത്തിൻ്റെ ക്രമക്കേടിലേക്ക് വഴിമാറി. ഏദൻ തോട്ടം പ്രകൃതിദത്തമായി നനയ്ക്കപ്പെട്ടു. അതിൻ്റെ താപനില മനുഷ്യൻ്റെ സുഖസൗകര്യങ്ങൾക്കായി കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാ മൃഗങ്ങളും അനുസരണയുള്ളവരും ഐക്യത്തോടെ ജീവിച്ചവരുമായിരുന്നു. ഈ പൂർണ്ണതയുള്ള പരിസ്ഥിതി സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവം അവിടെ ഉണ്ടായിരുന്നു. ആദാമിനോടും ഹവയോടും അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ആദാമും ഹവയും സാത്താന്റെ ദോഷകരമായ സ്വാധീനത്തിന് വഴങ്ങി പാപം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എല്ലാം മാറി. പാപം അവരെ ആദർശ പറുദീസയിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ദൈവം അവരെയോ അവരുടെ സന്തതികൾക്കോ നൽകിയിരുന്ന അനുഗ്രഹങ്ങളിൽ ചിലത് എടുത്തു കളഞ്ഞു.